തലസ്ഥാനത്ത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പണിമുടക്ക് നടത്തുമ്പോഴും സെക്രട്ടേറിയറ്റിലെ ഹാജർ നിലയിൽ വലിയ മാറ്റമില്ല. വിശദാംശങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിൻ, നോക്കൂ, നീതീകരിക്കാൻ പറ്റാത്ത ഒരു സമരം, കൃത്യമായ അനുഭാവപൂർണമായ സമീപനം സർക്കാർ സ്വീകരിക്കുമ്പോഴും DA അടക്കമുള്ള വിഷയത്തിൽ ഘട്ടം ഘട്ടമായി DA കൊടുത്ത് തീർക്കാമെന്ന് ധനമന്ത്രി തന്നെ ഉറപ്പു നൽകുമ്പോഴും ഒട്ടും നീതീകരിക്കാൻ പറ്റാത്ത ഒരു സമരവുമായാണ് പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് പണിമുടക്ക് നടത്തുന്നത്. പക്ഷേ അതിനെയൊക്കെ ജീവനക്കാർ തള്ളുന്നു എന്നൊരു സ്ഥിതിയല്ല ഇത് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വിനിഷ, UDF-ൻ്റെയും അതുപോലെ തന്നെ BJP-യുടെയും അനുഭാവികളായ BJP-യുടെയും പോഷക സംഘടനകളായ സംഘടനകൾ അവരാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. ഈ സർവീസ് സംഘടനകളുടെ സമരത്തെ പൂർണ്ണമായും, പണിമുടക്ക് ആഹ്വാനത്തെ പൂർണ്ണമായും തള്ളുന്നതാണ് സെക്രട്ടേറിയറ്റിലെ മാത്രം ഹാജർ നില എന്ന് പറയുന്നത്. രാവിലെ ഈ ജീവനക്കാർ ജോലിക്കായി എത്തിയ സമയത്ത് സമരാനുകൂലികൾ അവരെ തടയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സംഘർഷ സ്ഥിതി പോലും രാവിലെ ഉണ്ടായിരുന്നു. ഈ ജീവനക്കാർ ഈ സമരാനുകൂലികളോട് പറഞ്ഞത് തങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കണം, ഹാജരാകണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനെ തുടർന്നായിരുന്നു തർക്കമുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം സെക്രട്ടേറിയറ്റിലെ ഹാജർ നിലയുടെ കണക്ക് പുറത്തു വരികയാണ്. അതിൽ കൃത്യമായി 233ഓളം പേർ മാത്രമാണ് ഹാജരാകാത്തത് എന്ന കണക്കുകളാണ് വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ 3896 പേർ ഹാജരായിരുന്നെങ്കിൽ ഇന്നത് 3669 പേർ ഹാജരായിട്ടുണ്ട്. 233 എണ്ണത്തിൻ്റെ കുറവ് മാത്രം, ആളുകളുടെ കുറവ് മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. കൊട്ടിഘോഷിച്ച് സർക്കാരിനെതിരെ വലിയ പ്രതിരോധം തീർക്കും എന്നെല്ലാം പ്രഖ്യാപിച്ച് നടത്തിയ ഒരു സമരം, BJP-യും കോൺഗ്രസും UDF-ഉം ഒക്കെ ചേർന്ന് നടത്തിയ ഒരു സമരം, ആ സമരം പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ്. ജീവനക്കാർ ആ സമരാഹ്വാനത്തെ തള്ളിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സർക്കാർ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള സാമ്പത്തികമായ ഒരു ഉപരോധത്തിലേക്ക് പോലും കാര്യങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സമരവുമായി ഈ ജീവനക്കാർ രംഗത്തെത്തിയത്. സർക്കാരിനെതിരെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നതെന്ന് നേരത്തെ തന്നെ സർക്കാർ മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒക്കെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ പൂർണ്ണമായും ഇവരുടെ ആഹ്വാനം തള്ളിക്കൊണ്ട് ജീവനക്കാർ ജോലിക്ക് എത്തി എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി വിജിൻ, സർക്കാരിനെതിരെ പ്രതിപക്ഷ അനുകൂല സർവീസ് സംഘടനകൾ നടത്തുന്ന സമരത്തെ തള്ളി സർക്കാർ ജീവനക്കാർ, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ഹാജർ നിലയിൽ മാറ്റമില്ലാതെ തുടർന്ന് വിശദാംശങ്ങളാണ് വിജിൻ വായാന്തോട് നൽകി വന്നത്.